know the plans I have for you. നിങ്ങൾക്കായുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് യഹോവയാം ദൈവമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാൻസ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായ പദത്തിന് ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നീ അർത്ഥങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം എന്ന് ദൈവം പറയുമ്പോൾ നമുക്കറിയാത്തത് ദൈവത്തിനറിയാമെന്ന് അവിടുന്ന് പറയുന്നു. ഓരോ ദൈവമക്കൾക്കുമായുള്ള മനോഹരവും ശ്രേഷ്ഠകരവുമായ പദ്ധതികൾ കാലത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവത്തിനറിയാം. ദൈവം സർവജ്ഞാനിയാകിയാൽ അവിടുത്തെ അറിവുകൾക്ക് പരിമിതികളില്ല. എന്നാൽ അതേസമയം നാം ബലഹീനരാകൊണ്ട് നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നാളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ പലരെയും കൂടെ വല്ലാതെ അലട്ടുന്നത്. നാം നമ്മിലേക്കും നമ്മുടെ പരിമിതമായ അറിവിലേക്ക് നോക്കുമ്പോഴാണ് നിരാശപ്പെട്ടു പോകുന്നത്. എന്നാൽ നമ്മെക്കുറിച്ച് ശ്രേഷ്ഠമായ പദ്ധതികൾ, ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ദൈവത്തിലും അവൻ്റെ ജ്ഞാനത്തിലും വിശ്വസിച്ചാൽ നാം ഒരു നാളും നിരാശപ്പെടുകയില്ല. ഇതറിയാവുന്ന പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. നമ്മെ തെരഞ്ഞെടുത്ത ദിവസം മുതൽ കർത്താവിൻ്റെ ആ ദിവസം വരെ നമ്മുടെ മേലുള്ള പദ്ധതികളെ സൂക്ഷിക്കുന്നത് നാമല്ല, പദ്ധതിക്കു രൂപം നൽകിയ കർത്താവാണ്. നാളെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നാം അറിയുന്നില്ല. എന്നാൽ പാട്ടുകാരൻ പാടുന്നു: അറിയുന്നല്ലോ, ദൈവം അറിയുന്നല്ലോ, എൻ്റെ ഭാവി ആകെനാഥൻ അറിയുന്നല്ലോ. പല കാര്യങ്ങൾ അറിയുന്നതിൽ നമുക്ക് പരിമിതികളുണ്ടെങ്കിലും നാം നന്നായും വ്യക്തമായും അറിയുന്ന ഒരു കാര്യമുണ്ട്. അതത്രേ ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. എന്നുവെച്ചാൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവം ഒരുക്കിയിട്ടുള്ളത് നന്മയ്ക്കായുള്ള ഒരു ശുഭഭാവി അത്രേ. ഇന്ന് നാം പലതും അവ്യക്തമായി കാണുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ദിവസത്തിൽ വളരെ വ്യക്തമായി നാം കാണത്തക്കവണ്ണം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ഭാവി എന്തായിത്തീരും എന്ന ചിന്താകുലങ്ങൾ മാറ്റിവെച്ച് നമുക്കൊരു ശുഭഭാവി തരുന്ന ദൈവത്തിൽ ആശ്രയം കണ്ടെത്താം. Have a pleasant day.